RDX അടുത്ത വിഷയത്തിലേക്ക്. തിരുവനന്തപുരത്ത് നടന്ന കോൺഗ്രസ് നേതാക്കളുമായുള്ള യോഗത്തിലേക്ക് പുലിയെ പോലെ പോയ PV അൻവർ ആകെ നനഞ്ഞ് തിരിച്ചു വരുന്നതാണ് ഇന്ന് കണ്ടത്. അൻവർ വെച്ച നിർദ്ദേശങ്ങളും ഉപാധികളും കോൺഗ്രസ് ഏതാണ്ട് പൂർണ്ണമായും തള്ളി. ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് UDF വാതിൽ തുറക്കില്ലെന്ന് തന്നെ കോൺഗ്രസ് നേതാക്കൾ തീർത്തു പറഞ്ഞു. അൻവറിന് ഇപ്പോൾ വേറെ വഴിയില്ല എന്നവർക്കറിയാം. അയയുകയല്ലാതെ വേറെ വഴിയില്ലെന്ന് അൻവറിനും. UDF മുന്നോട്ട് വെക്കുന്ന ഏത് സ്ഥാനാർത്ഥിയും സ്വീകാര്യൻ എന്നാണ് അൻവറിൻ്റെ പുതിയ അഭിപ്രായം. അത് ആര്യാടൻ ഷൗക്കത്തായാലും സമ്മതം. ഒരു ആവേശത്തിന് MLA സ്ഥാനം രാജിവെച്ചു. നിലമ്പൂർ DMK ഉണ്ടാക്കാൻ നോക്കി പണി പാളി. ഒടുവിൽ തൃണമൂൽ വഴി UDF പ്രവേശം കാത്ത് കോൺഗ്രസിൻ്റെ ദയാവായ്പിനായി ഉമ്പറപ്പടിയിൽ കാത്തു നിൽക്കുകയാണ് PV അൻവർ. ഇന്നുണ്ടായതെന്ന് കാണാം. RDX റാപ്പ് 51 സെക്കൻഡ്. ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് തൃണമൂലിനെ UDFിലെടുക്കണമെന്ന ആവശ്യത്തിൽ നിന്ന് PV അൻവർ പിന്നാക്കം ചവിട്ടി. ദേശീയ തലത്തിൽ യോജിപ്പില്ലാത്ത തൃണമൂലിനെ സംസ്ഥാനത്ത് ഘടകകക്ഷിയാക്കാൻ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് താൽപ്പര്യമില്ല. എന്നാൽ അൻവറിന്റെ പിന്തുണയുണ്ടെങ്കിൽ നിലമ്പൂരിൽ ജയമുറപ്പെന്നാണ് UDFിന്റെ കണക്കുകൂട്ടൽ. തൽക്കാലം അൻവറിനെ കൂടെ നിർത്തി ഉപതെരഞ്ഞെടുപ്പ് നേരിടാനാണ് UDFിന്റെ നീക്കം. സഹകരണത്തിന്റെ രീതിയെക്കുറിച്ച് PV അൻവർ കുറച്ച് ഉപാധികൾ വെച്ചുവെന്ന് അൻവറുമായി നടത്തിയ ചർച്ചയ്ക്കു ശേഷം പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അൻവറിന്റെ ഉപാധികൾ ഞങ്ങൾ പാർട്ടിയിൽ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും VD സതീശൻ പറഞ്ഞു. മുന്നണി പ്രവേശത്തിന്റെ കാര്യം ഘടകകക്ഷികളുമായി ചർച്ച ചെയ്ത ശേഷം മാത്രമേ തീരുമാനമെടുക്കൂവെന്ന് KPCC പ്രസിഡന്റ് K സുധാകരനും വ്യക്തമാക്കി. ആര്യാടൻ ഷൗക്കത്തിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന കടുംപിടുത്തം അൻവർ വിട്ടുവെന്ന് വേണം ചർച്ചയ്ക്കൊടുവിലെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ. RDX റാപ്പ് ന്യൂസ് മലയാളം. ഒരു കാലത്ത് കേരളത്തിലെ ഏറ്റവും ധീരനായ രാഷ്ട്രീയ നേതാവ് എന്നതായിരുന്നു PV അൻവറിൻ്റെ പരിവേഷം. അദ്ദേഹത്തിന് ചുറ്റുപാടുണ്ടായിരുന്ന ആളുകൾ കൊടുത്തിരുന്നൊരു പരിവേഷം അതായിരുന്നു. ആർക്കെതിരെയും ഔട്ട്സ്പോക്കഡായിട്ട് എന്തും പറയുന്ന ആളെന്നായിരുന്നു PV അൻവറിൻ്റെ അക്കാലത്തെ നിലപാട്. ഇപ്പോൾ പക്ഷേ എന്താണ് ചെയ്യേണ്ടത്, രാഷ്ട്രീയമായിട്ട് എന്ത് നിലപാടെടുക്കണം എന്നത് സംബന്ധിച്ച് കൃത്യധാരണയില്ലാത്ത, വല്ലാത്ത തോതിൽ വഴങ്ങി ഒതുങ്ങി നിൽക്കുന്നൊരു PV അൻവറിനെയാണ് നമ്മൾ കാണുന്നത്. ലിജോ നമ്മോടൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. ലിജോ, ഈ PV അൻവർ ഇനി എന്തായിരിക്കും ചെയ്യുക? ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്ത വിധം UDFിനും കോൺഗ്രസിനും അവരുടെ നിബന്ധനകൾക്കും വഴങ്ങി മുന്നോട്ട് പോവുക എന്നല്ലാതെ മറ്റൊരു വഴി അദ്ദേഹത്തിന് മുന്നിലുണ്ടോ? തീർച്ചയായും അങ്ങനെ ഒരു വഴിയുമില്ലാത്തൊരവസ്ഥയിൽ വഴികളെല്ലാം അടഞ്ഞ് വാതിൽപ്പടിയിൽ നിൽക്കുന്ന അൻവറിനെയാണ് ഇന്ന് നമ്മൾ കണ്ടത്. ചേലക്കരയും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരെ, ആ പ്രഖ്യാപനം വരെ വലിയൊരു നേതാവ് എന്ന നിലയ്ക്ക് നിന്ന അൻവർ ഇപ്പോൾ ഏതാണ്ട് പല്ലുകൊഴിഞ്ഞൊരു സിംഹത്തിൻ്റെ അവസ്ഥയിലെത്തി എന്നുള്ളതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം വളരെ ശക്തമായി നേരിടുന്ന ഒരു പോരാളി എന്നുള്ള പ്രതീതി ഉണ്ടാക്കി. അത് ആദ്യം DMKയും പിന്നീട് തൃണമൂൽ കോൺഗ്രസിലേക്കൊക്കെ എത്തിയ അൻവറിനെ സംബന്ധിച്ച് ഇപ്പോൾ കോൺഗ്രസ്സുകാരുടെ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളുടെ, പ്രത്യേകിച്ച് VD സതീശൻ്റെ അടക്കം ഒരു അനുതാപത്തിന് കാത്തു നിൽക്കേണ്ട അവസ്ഥയിലേക്ക് അദ്ദേഹം മാറി എന്നുള്ളതാണ്. എല്ലാ തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായി നിൽക്കുന്ന PV അൻവറിനെയാണ് കാണാൻ കഴിയുന്നത്. അതിപ്പോൾ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇനിയൊരു നിലപാട് എടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. അതായത് അൻവർ MLA സ്ഥാനം രാജിവെച്ചത് മണ്ടത്തരമാണെന്ന് ഇപ്പോൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാവും. ഒരു ബാർഗൈനിങ് പവർ ഇല്ലാത്ത ഒരു നേതാവായി PV അൻവർ മാറുന്നത് കാണുന്നു. ഒരുപക്ഷെ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലേക്ക് പക്വതയുള്ള നേതാവായി മാറാൻ അദ്ദേഹത്തിന് കഴിയാത്തതായിരിക്കും അതിന്റെ കാരണം. അതാണ് അതിൻ്റെ കാര്യം. അദ്ദേഹം ഏതായാലും പരാജയപ്പെട്ട ഒരു നേതാവ് എന്നതിലേക്ക് PV അൻവർ പോവുകയാണ് എന്ന് പറഞ്ഞാൽ തെറ്റാകില്ല എന്നാണ് രാഷ്ട്രീയം കാണുന്ന ആളുകൾ, ഒരുപാട് ആളുകൾ പറയുന്നത്. പക്ഷേ PV അൻവറാണ് ചിലപ്പോൾ പോരാടി എന്താണ് അദ്ദേഹം ഇനി ചെയ്യുക എന്ന് നമുക്കറിയില്ല. എന്തായാലും PV അൻവർ എന്ന പോരാളി പരിവേഷം തകർന്നടിഞ്ഞു കഴിഞ്ഞു എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. പിണറായിയുടെ പോലീസ് സംവിധാനത്തെ ശുദ്ധീകരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിട്ട് കടുത്ത പിണറായി വിരുദ്ധതയുടെ കൂടാരത്തിലാണ് അൻവർ എത്തിപ്പെട്ടത്. LDFിനോട് തെറ്റിപ്പിരിഞ്ഞിട്ട് നിലത്ത് നിൽക്കാനൊരു പാർട്ടി പോലും അൻവറിന് കിട്ടിയില്ല. ഒടുവിൽ ഒരു പാർട്ടിയുടെ മേൽവിലാസവുമായി UDFിൻ്റെ വാതിൽക്കെത്തിയപ്പോൾ അവഗണനയാണ് തിരിച്ചു കിട്ടിയത്. തൃണമൂലിൻ്റെ കുപ്പായം ഊരിവെച്ചിട്ട് വേണമെങ്കിൽ കയറി വരാം എന്ന മട്ടിലാണ് കോൺഗ്രസ് നേതാക്കൾ. നിലമ്പൂർ എന്ന സ്വന്തം തട്ടകത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ പോലും അൻവറിൻ്റെ സമ്മർദ്ദങ്ങൾ UDF ഗൗനിക്കുന്നില്ല. അതായത് PV അൻവർ എന്ന കൂറ്റൻ ബലൂണിൻ്റെ കാറ്റ് പോയി എന്ന് വിലയിരുത്തേണ്ടി വരും എന്നർത്ഥം. RDX ഇന്ന് പൂർണ്ണമാവുകയാണ്. ഗുഡ് നൈറ്റ്.